ഇവനെന്താ ഇപ്പൊ വിളിക്കുന്നേ? ഇവനൊന്നും ഉറക്കൊന്നുമില്ലേ? ഹലോ, എന്ത് പറ്റിയടാ? അമ്മയെ ഓർക്കാൻ? ഓർമ്മ വന്നിട്ടൊന്നല്ല തള്ളേ, എനിക്ക് ബോറടിച്ചിട്ട് വിളിച്ചതാ. മര്യാദയ്ക്ക് എന്റെ ബോറിനെ മാറ്റാൻ കഥ പറഞ്ഞു തന്നു. കഥയോ? ഇപ്പോഴോ? ഞാൻ പുറത്താടാ. അതൊന്നും എനിക്ക് കേൾക്കണ്ട. മര്യാദയ്ക്ക് വീട്ടിലിരുന്നതാണ് ഞാൻ. അപ്പൊ അമ്മയുടെ നിർബന്ധത്തിനാണ് ഞാൻ ഹോസ്റ്റലിലേക്ക് വന്നത്. അപ്പൊ എന്റെ ബോറടി മാറ്റില് അത് അമ്മയുടെ ഉത്തരവാദിത്തമാണ്. പെട്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഞാനിപ്പോ ഈ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. നിന്റെ ബാല എവിടെ കുട്ടാ? ആ തെണ്ടിയുടെ കാര്യം അമ്മ എന്നോട് പറയണ്ട. രാത്രി ആ ചേറ്റ പുറത്തിറങ്ങില്ലല്ലോ. ഞാനാണെങ്കിൽ ഒരു സെക്കൻഡ് ഷോ കാണാൻ വേണ്ടിട്ട് അവൻ എത്രയധികം വിളിച്ചെന്നറിയോ. ഈ രാത്രി ഒരു സിനിമ കാണാൻ അത് വേറെ വൈബല്ലേ അമ്മ. അതുകൊണ്ടാണ് ഒരു ഹൊറർ കഥ പറഞ്ഞ അമ്മ. ഹൊറർ സ്റ്റോറിയോ? അത് നമുക്ക് അറിയില്ലടാ. വേണമെങ്കിൽ എന്റെ അമ്മ പറഞ്ഞു തന്നൊരു കഥ പറയാം. പറയട്ടെ? ആ, അമ്മൂമ്മയും അമ്മയെ പോലെ നല്ല തള്ളായിരുന്നല്ലേ. എന്തായാലും വേണ്ടില്ല, കഥ പറ അമ്മ. എന്റെ അമ്മ പറഞ്ഞിരുന്ന ഇതൊരു നടന്ന കഥയാന്ന. പക്ഷേ നീ അത് വിശ്വസിക്കില്ലല്ലോ. അതുകൊണ്ട് നീ അത് കഥയായിട്ട് തന്നെ കണ്ടാൽ മതി. പക്ഷേ ഇതൊരു മനുഷ്യന്റെ സ്റ്റോറിയല്ല, ഒരു ദുരാത്മാവിന്റെ, അല്ല, ദുരാത്മാവെന്ന് പറയാൻ പറ്റില്ല, ദുഷ്ടശക്തിയുടെ കഥ. ലൈക്ക് മനുഷ്യരക്തം കുടിക്കുന്ന, വേണമെങ്കിൽ നമുക്ക് വാമ്പയർ എന്ന് പറയാം. ഒരു വാമ്പയർ സ്റ്റോറി, ഒരു വാമ്പേഴ്സ് ലോകത്ത് നടന്ന പ്രണയ കഥ. ഡു യു വാണ്ട്? വാമ്പയറെങ്കിൽ വാമ്പയർ പറ അമ്മ. വാമ്പയർ ലോകത്തെ കഥ അറിയുന്നതിന് മുന്നേ ആദ്യം അവിടുത്തെ നിയമങ്ങൾ അറിയണം. ആദ്യം അമ്മ അത് പറയാം. ആ ലോകത്ത് ആരാണോ ശക്തൻ അവനായിരിക്കും ആ ലോകം സ്വന്തം. ഫോർ എക്സാമ്പിൾ, അവരുടെ ജനത നടന്നു പോവുകയാണെങ്കിൽ ജനതയ്ക്കും സൈന്യത്തിനും പിറകിലായിരിക്കും അവരുടെ തലവൻ നടക്കുക. കാരണം അവന്റെ കരങ്ങളിൽ എല്ലാവരും സുരക്ഷിതമായിരിക്കും. സാധാരണ അവരുടെ തലവനാകുക എന്നത് പിൻഗാമിത്വം വഴിയാണ്. രാജപരമ്പരയിൽപ്പെട്ടവർ യുദ്ധം നടത്തി തീരുമാനിക്കും. എന്നിട്ട് അങ്ങനെ ഇരിക്കെ ദുഷ്ടശക്തിയുടെ ലോകത്തലവന് വയസ്സായി. പിൻഗാമിയെ കണ്ടെത്താൻ തീരുമാനിച്ചു. അവിടെ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. ആരുടെയും കണ്ണിനും ദൃശ്യസ്നേഹം നൽകാൻ കഴിവുള്ള ഒരു കുമാരി. അതുകൊണ്ട് തന്നെ പിൻഗാമി തർക്കത്തിലുപരി അവളെ സ്വന്തമാക്കാനായിരുന്നു തർക്കം. രാജപരമ്പരയിൽപ്പെട്ടവരും മറ്റുള്ള ദുഷ്ടശക്തികളും അവളുടെ പിന്നാലെയായിരുന്നു. എന്നിട്ട് ആരാ അമ്മ അവളെ സ്വന്തമാക്കിയത്? അവളെ സ്വന്തമാക്കിയത് രാജപരമ്പരയിൽപ്പെട്ട ആരുമല്ലായിരുന്നു, അവിടുത്തെ സേനാധിപനായിരുന്നു. അവളും സേനാധിപനും ഒത്തിരി സ്നേഹത്തിലാണെന്ന് അറിഞ്ഞ ജനത ഒത്തിരി സന്തോഷിച്ചു. കാരണം ഏറ്റവും കരുത്തുറ്റ ഒരു നേതാവിനെ തന്നെ അവർക്ക് കിട്ടുമെന്ന് അവരെ മോഹിച്ചു. അവർക്കിടയിൽ പറഞ്ഞ ഈ അശരീരിയെ തുടർന്ന് രാജാവ് ആ സേനാധിപനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. അയാൾക്കെതിരെ ശബ്ദമുയർത്തി രാജകുമാരിയെ സ്വന്തമാക്കാൻ ആർക്കും ധൈര്യമില്ലായിരുന്നു. കാരണം അയാൾ അത്രക്കും ശക്തനായിരുന്നു. പക്ഷേ രാജപരമ്പരയിൽ പെടാത്ത ഒരാൾ ചെന്ന് ഒരു രാജകുമാരിയെ വിവാഹം കഴിച്ച് പദവി ഏറ്റെടുക്കൽ അതത്ര എളുപ്പമായിരുന്നില്ല. അവിടെ ഒത്തിരി നിയമങ്ങളുണ്ടായിരുന്നു. ഒരു രാജകുമാരിയെ സ്വന്തമാക്കി അവിടെ അധിപനാകണമെങ്കിൽ താങ്കൾ ഒത്തിരി കടമകൾ ചാടിക്കടക്കണമെന്നറിഞ്ഞാൽ അവർ രണ്ടുപേരും അതിന് തയ്യാറായി. നിങ്ങൾ നിങ്ങളുടെ പ്രണയത്തിൽ ഉറച്ചു നിൽക്കുന്നുവോ? അതെ പിതാവെ, ഉറച്ചു നിൽക്കുന്നു. ഇവളെ സ്വന്തമാക്കാൻ ഞാൻ ഏതു പരീക്ഷണത്തിനും തയ്യാറാണ് പ്രഭു. എന്റെ സന്തോഷം ആരിൻ. നിന്റെ ധീരത ഇവിടെ എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ നിന്റെ പ്രണയം അതും കൂടി ഉറപ്പു വന്നാലേ നിനക്ക് ഇവിടത്തെ അധികാരത്തിൽ ഏറാൻ പറ്റൂ. അധികാരത്തിൽ ഏറിയാൽ മാത്രമേ ഇവിടെ നിനക്ക് സ്വന്തമാകൂ. പ്രണയം എത്രത്തോളം ഉറപ്പുള്ളതെന്നറിയാൻ പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ്. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും 2 മനുഷ്യായുസ് വീതം ജനിപ്പിക്കും. അതിൽ നിങ്ങൾ രണ്ടുപേരും തീർത്തും അപരിചിതരായിരിക്കും. ഞാനിന്റെ ലാറയെ ഭൂമിയിൽ മനുഷ്യനായി ഒളിപ്പിക്കും. പക്ഷെ നിനക്കൊരിക്കലും മനുഷ്യനായി പോകാൻ കഴിയില്ല. ഭൂമിയുള്ള ഇരുട്ട് നിനക്ക് അഭയമാണെങ്കിൽ അത് അവൾക്ക് പേടിയായിരിക്കും. നീ ബന്ധിസ്ഥനായിരിക്കും. ഇരുട്ടിൽ അവളുടെ രക്തം ഭൂമിയിൽ എന്ന് പതിക്കുന്നുവോ അന്ന് മാത്രമേ നീ മോചിതനാവൂ. മോചിതനായതിനു ശേഷം നീ അവളെ സ്നേഹിക്കണം. പക്ഷെ അവൾ തിരിച്ചു നിന്നെ പ്രണയിക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും നീ ഒരു ദുഷ്ടശക്തിയായി മാറും. അതോടുകൂടി നീ അവളെ ആക്രമിക്കാൻ തുടങ്ങും. ഇതിനെയെല്ലാം മറികടന്ന് നിങ്ങൾ ഒരുമിച്ച് ശരീരവും മനസ്സും ഒന്നായാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ജന്മം പൂർത്തിയാക്കാൻ പറ്റൂ. എങ്കിൽ മാത്രമേ അടുത്ത ജന്മത്തിലും ഞാൻ നിങ്ങൾക്ക് അവസരം തരൂ. 2 ജന്മങ്ങളും നിങ്ങൾ ഒന്നിച്ചാൽ തീർച്ചയായും നീ അധികാരത്തിലേറും. ഇവളെ നിനക്ക് സ്വന്തമായിരിക്കും. ഇവളെ ഭൂമിയിൽ എന്നല്ല എവിടെ ഒളിപ്പിച്ചാലും 2 തവണ എന്നല്ല 1000 തവണ ഒളിപ്പിച്ചാലും ഞാൻ സ്വന്തമാക്കിയിരിക്കും പ്രഭു. 2 മനുഷ്യായുസ് ഇവന്റെ പ്രണയത്തിൽ ഞാൻ ജയിക്കണമെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ് പിതാവെ. ഞങ്ങളെ ഭൂമിയിലേക്ക് അയച്ചാണ്. അങ്ങനെ
രാജപരമ്പരയിൽ പെടാത്ത ഒരാൾ രാജകുമാരിയെ സ്നേഹിച്ചത് കൊണ്ട് തന്നെ അവർ വാമ്പയർ ലോകത്തു നിന്നും പുറത്താക്കപ്പെട്ടു. പരീക്ഷണങ്ങൾക്ക് തുടക്കം കുറിച്ചു. 2 മനുഷ്യായുസ് ജീവിക്കാൻ അവർ തീരുമാനിച്ചു. സ്റ്റോപ്പ് അമ്മ, എനിക്കൊരു സംശയം. എന്നിട്ട് ഈ രാജകുമാരി മനുഷ്യലോകത്ത് വന്ന് ജീവിച്ചോ അമ്മ? എന്നിട്ട് ആ സൈനാധിപൻ അവളെ സ്വന്തമാക്കിയോ അമ്മ? അതെല്ലോ, രാജകുമാരി മനുഷ്യന്മാർക്കിടയിൽ ഒളിപ്പിക്കപ്പെട്ടു. നമ്മുടെ സൈനാധിപൻ ബന്ധിസ്ഥനാവുകയും ചെയ്തു. സത്യം പറയാലോ മാളു, ഇങ്ങനെ മാറ്റിയൊരുങ്ങിയപ്പോ നിന്നെ കാണാൻ ശരിക്കും ക്ഷേത്രത്തിൽ നിന്ന് ദേവി ഒരുങ്ങി വന്ന പോലെയുണ്ട്. നീ ഇവിടെ കിടന്ന് കറങ്ങാതെ പെട്ടെന്ന് വായോ, അവരെ നിന്നെ കാണാനുള്ള കൂട്ടർ വന്നിട്ടുണ്ട്. അമ്മ, ഞാൻ ആ ചെക്കനെ കണ്ടമ്മ. എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അവനെ വരുന്ന വഴി കണ്ടു. എനിക്ക് ഇവനെയും പിടിച്ചില്ലമ്മ. ദേ പെണ്ണെ, എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കണ്ട. നീ എത്രാമത്തെ കല്യാണം നീ മടക്കി അയക്കുന്നത്? നിനക്കിത്തിരി സൗന്ദര്യം ഉണ്ടെന്ന് കരുതി വരുന്നവരാരും നിനക്ക് പോരാന്ന് തോന്നുന്നുണ്ടോ? എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കണ്ട മാളു, പെട്ടെന്ന് താഴേക്ക് വന്നോ. അയ്യോ എന്റെ സുഭദ്രാമ്മ, ഇങ്ങനെ ചൂടാവല്ലേ. ഞാൻ വരെ പേടിച്ചു പോകും. ഇവക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല ഇഷ്ടമില്ല എന്ന് പറഞ്ഞത്. മുറച്ചെറുക്കനായ എന്നെ വരെ തള്ളി പറയണമെങ്കിൽ അവക്ക് അവളുടേതായ കാഴ്ചപ്പാടുണ്ട്. അതുവരെ ഒന്ന് കാത്തിരുന്നാൽ എന്താ? അമ്മ ഒരു കാര്യം ചെയ്യ്, ആ ചെക്കനെ ഇങ്ങ് വിളിക്ക്, ഞാൻ സംസാരിക്കാം. എനിക്കെന്തോ പിടിക്കാഞ്ഞിട്ടല്ലേ അമ്മ. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ അമ്മ നോക്കിക്കോ. പിക്കാൻ തന്നെ ഞാൻ കല്യാണത്തിന് തയ്യാറായിരിക്കും. എനിക്ക് മനസ്സിന് പറ്റിയ ഒരാളെ കിട്ടട്ടമ്മ. നീ എന്താന്ന് വെച്ചാ ചെയ്യ്. ഇനി നിനക്ക് പറ്റുന്ന ഒരാളെ കിട്ടുന്നവരെ ഞാൻ ഈ കാര്യത്തിൽ ഇടപെടില്ല. എന്നോടൊന്നും തോന്നരുത്. എനിക്ക് ചില സങ്കല്പങ്ങളുണ്ട്. അതനുസരിച്ച് ഒരാളെ കിട്ടുന്നത് വരെ ഞാൻ ആരെയും സ്വീകരിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണം. എന്നെ കാണാൻ എന്താ അത്ര മോശമാണോ? അയ്യോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് ചില സങ്കല്പങ്ങൾ ഉണ്ടാവുമല്ലോ. അതനുസരിച്ച് ഒരാളെ കിട്ടുന്നത് വരെ എനിക്ക് കാത്തിരുന്നാൽ മതിയാവും. അത് അമ്മക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. ഓ, ഇറ്റ്സ് ഓക്കെ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിത്തരാം. പക്ഷേ ഞാൻ പോകുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം തന്നോട് പറയണം. യു ലുക്കിംഗ് റിയലി ഗോർജിയസ്. ഇങ്ങനെ ഒരു പെണ്ണിനെ ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല. ഓ, താങ്ക് യു. ഇജ ആ കല്യാണം മുടക്കില്ലേ? എന്താടി എന്റെ പ്രോബ്ലം? നല്ല മൊഞ്ചനാന്ന് പറയണ കേട്ടല്ലോ അമ്മ. അനക്ക് വേണമെങ്കിൽ ഇച്ച് തന്നൂടെ? ഇനിയോ ഞാൻ കേട്ടില്ലായിരുന്നോ? എങ്കിൽ അമ്മയോട് ചോദിച്ച അവന്റെ അഡ്രസ് വാങ്ങിക്കോ. അവനതിന് ഹിന്ദു അല്ലേ, നീ മുസ്ലിം അല്ലേ? അതാണ് എനിക്ക് നോ പറയാൻ എന്തെങ്കിലും റീസൺ ഉണ്ട്. പക്ഷെ അനക്ക് എന്ത് റീസൺ ഉള്ളത്? അവനെ കാണാൻ കൊള്ളാം, അവന്റെ ബാക്ക്ഗ്രൗണ്ട് കൊള്ളാം. എന്തുകൊണ്ട് നീ നോ പറഞ്ഞു? എനിക്കിഷ്ടപ്പെട്ടില്ല, അത് തന്നെ. ഈ ജിന്നെ കൊണ്ട് അധികം പറയിപ്പിക്കണ്ട. അന്റെ കല്യാണത്തിന്റെ ഒരു സദ്യ തിന്നാന്ന് കേട്ടാ ഞമ്മക്ക് കൂടുന്ന എനിക്ക് തോന്നണില്ല. അല്ല, നിനക്ക് പറ്റിയ ഒരാളിനി മനുഷ്യലോകത്ത് ഉണ്ടോന്ന് എനിക്ക് സംശയമാണ്. അനക്ക് പറ്റിയ ഒരാളെ പടച്ചോ വന്ന് പടക്കേണ്ടി വരും. അല്ലാതെ അള്ളാന്റെ ദുനിയാവിലുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. എന്റെ ലൈല, നീ കിടന്നിങ്ങനെ തിളക്കാതെ, ഞാൻ കെട്ടിക്കോളാം. നിനക്ക് അതിന്റെ സദ്യ തരികയും ചെയ്യാം. നീ പേടിക്കണ്ട കേട്ടോ. അധികം വൈകില്ലാന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇന്ന് ക്ഷേത്രത്തിൽ പൂരണ്ട്, നീ പോരുന്നോടി? ആ ബെസ്റ്റ്. ഞാനിങ്ങോട്ട് വരുന്നതേ തന്റെ കുയിലേക്ക് കാലം നീട്ടിക്കുന്ന അമ്മാമ്മക്ക് പിടിക്കുന്നില്ല. അന്യജാതിയിൽപ്പെട്ടത് കൊണ്ടായിരിക്കാം. പിന്നെ പോരാത്തതിന് ഞാൻ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ കൂടി കേറിയ തീർന്ന് ആ പെണ്ണും പിള്ള എന്നെ ചൂരുമാരി അടിക്കും. ലൈല, ക്ഷേത്രത്തില് രാത്രിയാ പരിപാടി. നിനക്കറിയാലോ എനിക്ക് രാത്രി പുറത്തിറങ്ങുന്ന ഇഷ്ടമല്ലാന്ന്. പക്ഷെ അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മ കേക്കില്ല. എനിക്ക് എന്താ ഇത്ര ഇരുട്ട് പേടിന്നാ ഞാൻ ആലോചിച്ചിട്ട് മനസ്സിലാവാത്തെ. എനിക്ക് പിരാന്ത്, നല്ല മുഴുത്ത പിരാന്ത്. ഞാനൊക്കെ ഉണ്ടല്ലോ എന്റെ അമ്മാനോട് എത്ര വട്ടം ചോദിച്ചിരിക്കുന്നു ഒരു സെക്കൻഡ് ഷോ കാണാൻ പോകട്ടേന്ന്. രാത്രി പോയി കണ്ടുവരിക എന്നുള്ളത് ഒത്തിരി വയബുള്ള കാര്യം. പിന്നെ ഒന്ന് പുറത്ത് രാത്രി നടക്കാന്ന് വെച്ചാൽ അതിലും വയബുള്ള കാര്യം. പക്ഷെ ഉമ്മ സമ്മതിക്കൂല. അതുകൊണ്ട് ഞാൻ ആ ചോദ്യം നിർത്തി. രാത്രി പുറത്തിറങ്ങാന്നുള്ളത് എന്റെ ഒക്കെ ഒരു ഡ്രീമാ. അപ്പോഴാണ് നിന്റെ ഒരു ലൈല അങ്ങനെ പറയല്ലേ. എനിക്കും ഇരുട്ട് ഒത്തിരി ഇഷ്ടമൊക്കെ തന്നെയാ. പക്ഷെ എനിക്ക് പേടിയാ. എന്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് ആ കാവിന്റെ അടുത്ത് ഒരു ഭൂതത്തെ തളച്ചിട്ടുണ്ടെന്ന്, ഒരു രക്തം കുടിക്കുന്ന ഭൂതത്തെ. അതുകൊണ്ടൊന്ന് മാത്ര, അല്ലെങ്കിൽ കാണായിരുന്നു ഞാനും നീയൊക്കെ രാത്രി ഒത്തിരി സെക്കൻഡ് ഷോ ഒക്കെ പോയേനെ. അത് മാത്രല്ല, മുത്തശ്ശി പറയണേ അയാളെ കാണാൻ ഒത്തിരി സുന്ദരനാണെന്ന്. അതുകൊണ്ട് തന്നെ നമ്മളയാളെ കണ്ടാൽ നമ്മൾ വീണു പോകുന്നു. പിന്നെ അയാള് നമ്മളെ കടിച്ചു തിന്നുന്ന്. അതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ പുറത്തിറങ്ങായിരുന്നു.
നിനക്കറിയില്ല ലൈല, എനിക്ക് നിന്റെ കൂടെ പോരാൻ കൊതിയൊക്കെ ഉണ്ട്. അത് ശരി, അവിടെ അങ്ങനെ ഒരു ഭൂതണ്ടായിരുന്നോ? ഞാനായി കൂടെയാണല്ലോ വരല്, എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. ആ, ഇനി പോകുമ്പോ നോക്കി നോക്കാം. അല്ല, നീ ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതാ. നിനക്ക് ഭൂമിയിലെ ഒരുത്തനും പിടിക്കുന്നില്ലല്ലോ. ഇനി അഥവാ അങ്ങേരെ പിടിച്ചാലോ? ഒന്ന് ട്രൈ ചെയ്യടി. എന്റെ ലൈല, നീ അതിലൂടെയാണോ പോകാറ്? നീ തട്ട നേരെ ഇട്ടത് നേരെ പൊക്കോട്ടോ. ആ ഭൂതം കണ്ടല്ലേ എന്തായാലും നിന്നെ പിടിക്കും. അത്രക്ക് മൊഞ്ചത്തിയാണ് എനിക്കടി. എന്റെ ലൈല, അനക്ക് ഭൂതത്തിനൊന്നും വേണ്ട. നിനക്കുള്ള മൊഞ്ചിനെ എവിടെയെങ്കിലും ദേവി കാത്തു വെച്ചിട്ടുണ്ടാവും. അമ്മ, നമുക്ക് മതിയിലമ്മ, പോക വീട്ടിലേക്ക്. എനിക്ക് ബോറടിക്കുന്നു. വാ അമ്മ, വീട്ടിലേക്ക് പോകമ്മ. ദേ പെണ്ണെ, മിണ്ടാതെ അവിടെ എങ്ങാനും ഒതുങ്ങിയിരുന്നു. എനിക്കിവിടെ എന്തോരം കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാന്. അപ്പോഴാണോ വീട്ടിലേക്ക് പോകുന്നേ? അത് പിന്നെ എനിക്ക് ബോറടിച്ചിട്ടില്ലേ അമ്മ. ദേ മാളു, നീ അധികം വാശി പിടിക്കണ്ട. ഞാൻ വരില്ല എന്ന് പറഞ്ഞാ വരില്ല. നിനക്ക് അത്ര നിർബന്ധാണെങ്കിൽ നീ പൊക്കോ. അത്രയധികം ദൂരമൊന്നും ഇല്ലല്ലോ വീട്ടിലേക്ക്. അമ്മ കളിക്കല്ലേ, അമ്മക്ക് അറിയാവുന്നതല്ലേ എനിക്ക് രാത്രി ഒറ്റക്ക് പോകാൻ പേടിയാന്ന്. പിന്നെ എന്താ അമ്മ, വാ അമ്മ. ഓ, വന്ന് നിങ്ങൾ രണ്ടുപേരും അമ്പലത്തിൽ വന്ന് അടികൂടൽ തുടങ്ങിയോ? ഇപ്പൊ എന്താ പ്രശ്നം? മാളൂന് വീട്ടിലേക്ക് പോകണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ കൊണ്ടാക്കാം. ഞാനിവളെ കൊണ്ടാക്കിക്കോട്ടെ സുഭദ്രേച്ചി. മതി, അത്ര മതി. എനിക്ക് വീട്ടിലെത്തിയാ മതി. ഞാനപ്പോ ഷാമേട്ടന്റെ കൂടെ പോവാണേ. അമ്മക്ക് ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, ഒട്ടും സ്നേഹമില്ല. അതിനെനിക്ക് വെറുതെ തോന്നിയതാ മാളു. പണ്ടും എനിക്ക് നിന്നോട് സ്നേഹമില്ലായിരുന്നു, ഇപ്പോഴും ഇല്ല. എന്തായാലും നീ ഷാമന്റെ കൂടെ പോവല്ലേ, നീ പൊക്കോ. പിന്നെ ചെടിച്ചട്ടിയുടെ താഴെ ഉണ്ടാവും ചാവി. ഞാനിവിടുന്ന് പുറപ്പെട്ടു. ഒരു 10 മിനിറ്റിനുള്ളിൽ ഏകദേശം ജംഗ്ഷനിലെത്തും. ഓക്കെ മാളു, അപ്പൊ പോവല്ലേ നമുക്ക്? പോകാം. മാളു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ തനിക്ക് ഇരുട്ടിനോട് ഇത്ര പേടി? എന്താ ഇരുട്ടത്ത് പുറത്തിറങ്ങിയ? അങ്ങനെ ചോദിച്ചാ നമ്മുടെ അമ്മാമ്മയെ കാരണം. ചെറുപ്പത്തിൽ ഒത്തിരി കഥകൾ പറഞ്ഞതുകൊണ്ട് എനിക്കങ്ങ് ഇരുട്ടിനെ പേടിയായി. പക്ഷെ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഒരു സേഫായ സ്ഥലത്തിരുന്ന് ഇരുട്ടിങ്ങനെ നോക്കിയിരിക്കാൻ ഒത്തിരി ഇഷ്ടം. അതെന്തോ ഒരു തരം ഭ്രാന്താണ് എനിക്ക്. മാളു, ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ? നിന്റെ സങ്കല്പങ്ങൾക്കനുസരിച്ച് ഞാൻ വേണമെങ്കിൽ മാറിത്തരാം. പക്ഷെ നീ എന്റെ പ്രപ്പോസൽ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യൂ. ബിക്കോസ് ചെറുപ്പം തൊട്ട് നിന്നെ ഞാൻ മനസ്സുകൊണ്ട് നടക്കാൻ തുടങ്ങിയതാ മാളു. പ്ലീസ്, ആ ടോപ്പിക് കൂടെ. ഞാൻ ഓൾറെഡി പറഞ്ഞതാണല്ലോ അതിന്റെ ആൻസർ. എനിക്കിതുവരെ ആരോടും ഫീലിങ്സ് തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നുകയാണെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യും. പ്ലീസ്, എന്നെ ഒന്ന് മനസ്സിലാക്കണം. ഇറ്റ്സ് ഓക്കെ മാളു, ഞാൻ ആ ടോപ്പിക് വിട്ടു. ഇനി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കിട്ടാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. എന്ത് പറ്റി? എന്താ വണ്ടി നിർത്തിയേ? മാളു, ഒന്നിങ്ങോട്ട് ഇറങ്ങിക്കേ, ചേട്ടനൊരു കാര്യം പറയാനുണ്ട്. ഈ ഇരുട്ടത്ത് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നത് എനിക്ക് പേടിയാ. ഓക്കെ. ഹായ് മാളു. ഇത് അങ്ങനെ പെണ്ണ് കാണാൻ വന്ന ആ ചേട്ടനല്ലേ? അതെ, ഇവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇവനും ഞാനും ഒരുമിച്ച വർക്ക് ചെയ്യുന്നത്. ഞാൻ 24 മണിക്കൂറും തന്റെ ബ്യൂട്ടിനെ പറ്റി പറയുന്ന കേട്ട് ഇവൻ തന്നെ ഒന്ന് കാണണമെന്ന് തോന്നിയിട്ടാ അന്ന് പെണ്ണ് കാണാൻ വന്നത്. പക്ഷേ നിന്നെ പോലെ ഒരു ഫിഗർ അവൻ എവിടെയും കാണാത്തത് കൊണ്ട് തന്നെ നിന്നെ അവന് വേണമെന്ന് പറഞ്ഞു. എനിക്കും കിട്ടിയില്ല, അവനും കിട്ടിയില്ല. വി ബോത്ത് ആർ സ്ട്രെസ്ഡ്. സത്യം പറയാലോ മോളോ, നിന്നെ കണ്ടപ്പോയ സിറ്റിയിലുള്ളവർ മൊത്തം വേസ്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായത്. എന്താ ഫിഗർ! ഓ മൈ ഗോഡ്. ശ്യാം, എന്നെ വീട്ടിൽ കൊണ്ടാക്ക്. വീട്ടിലേക്ക് കൊണ്ടാക്കാം മോളു, പക്ഷെ അതിനു മുന്നേ ഞങ്ങൾ രണ്ടുപേരും ഈ നൈറ്റ് പ്ലീസ്. ബിക്കോസ് നിനക്ക് ഞങ്ങളെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞില്ലേ, അത് കരുതി ഇമാതിരി ഫിഗറിനെ ഞങ്ങൾ എങ്ങനെയാ അങ്ങ് ഒഴിവാക്കി വിടമോളൂ. മനസ്സിലാക്കുമോളൂ, ഇന്നൊരു നൈറ്റ് മാത്രം, അതും ഞങ്ങൾ രണ്ടുപേരും മാത്രം, ആരും അറിയില്ല. അല്ലേ ശ്യാമേ? എനിക്ക് പോണം. നിങ്ങൾ രണ്ടുപേരും മാറിക്കേ. മാളു, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ കരുതിയതേയല്ല. പക്ഷെ നീ എത്ര പ്രാവശ്യം എന്റെ പ്രപ്പോസൽ റിജക്ട് ചെയ്തത്. സോ അതുകൊണ്ടാണ്. തന്നെ പോലെ ഒരു ഫിഗർ അങ്ങനെ രുചിക്കാതെ വിട്ടാൽ എങ്ങനെയാ? നീ ഇഷ്ടമുള്ള ആളെ കെട്ടിക്കോ, ബട്ട് അതിനു മുന്നേ ഒരു നൈറ്റ്, അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ പ്ലീസ്. അവളുടെ മുഖം കണ്ടാൽ അറിയില്ലേ, അവൾക്ക് സമ്മതമാണ് ശ്യാം. വിടന്നെ ശ്യാം, ഞാൻ പോകുന്നു. ഇതെല്ലാം ഞാൻ വീട്ടിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നോക്കിക്കോ. നീ ഇതൊക്കെ വീട്ടിൽ പോയി പറഞ്ഞാലും എനിക്ക് പ്രോബ്ലം ഇല്ല മാളു. കാരണം വീട്ടുകാർക്ക് നാണക്കേടാണ് വലുത്. അതുകൊണ്ട് ഞാനുമായിട്ടുള്ള പണ്ട് മുടങ്ങിപ്പോയ കല്യാണം
അതങ്ങ് വീട്ടുകാർ നടത്തിത്തരും. പിന്നെ ഒരു നൈറ്റ് അല്ല, ലൈഫ് ലോങ് നീ എന്റെ കൂടെ കാണും. നിന്നെയൊക്കെ വിശ്വസിച്ചിട്ടാണല്ലോ ഞാൻ ഇത്ര കാലം നിന്റെ കൂടെ നടന്നത്. അതോർത്തിട്ട് എനിക്ക് തന്നെ എന്നോട് വെറുപ്പ് തോന്നുന്നു. കരയുമ്പോ ഇവക്ക് ഇത്തിരി ഭംഗി കൂടുതലാണല്ലോ ഷാമേ. ഇത്തിരി വേദനിപ്പിച്ചിട്ടാണെങ്കിലും ഇതിനെ ഇന്ന് എനിക്ക് വേണം. യു ക്യാൻ പ്രൊസീഡ്. അവിടെയുള്ള അവന്മാരെ തൊടാൻ ധൈര്യപ്പെട്ടിട്ടില്ല. അപ്പോയാ ഭൂമിയിലുള്ള നീയൊക്കെ അവളെ തൊടുന്നേ. ലാറ, നിനക്ക് വേദനിച്ചോ? കരയണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. നീ എണീറ്റ് വീട്ടിൽ പൊക്കോ. ലാറ, നിന്റെ കൈ മുറിഞ്ഞ് രക്തം വരുന്നുണ്ട്, കാണിക്ക. ഇനി നീ വീട്ടിലേക്ക് പോയിക്കോ. ഈ ഇരുട്ടിനെ നീ ഒട്ടും പേടിക്കണ്ട, ഞാനുണ്ട് നിനക്ക് കാവലായി. ഇങ്ങനെ പേടിച്ചോടാതെ ലാറ. ഭൂമിയിലെ മനുഷ്യരോളം ഞാൻ അത്ര അപകടകാരിയല്ല. നീ ഇങ്ങനെ പേടിച്ചോടാതെ. പിന്നെ പറഞ്ഞല്ലേ പറ്റൂ, നീ ഈ ജന്മത്തിലും ഒത്തിരി സുന്ദരിയാണ്. എന്റെ ഈശ്വര, എന്റെ കൊച്ചിന് എന്ത് പനിയായി പനിക്കുന്നത്. ഇതിനു മാത്രം എന്താടി നീ കണ്ട് പേടിച്ചത്? ആ ഷാമിനാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവൻ നിന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ട് എവിടേക്ക് പോയതാ? എന്താ നീ കണ്ട് പേടിച്ചത്? പനിയല്ല അമ്മ, അത് മാറിക്കോളും. ഞാനൊന്നും കണ്ട് പേടിച്ചൊന്നുമില്ല. പിന്നെ ഷാമിന്റെ കാര്യം അതെനിക്കറിയില്ല. അമ്മ എനിക്കൊരു ചായ കൊണ്ടുവന്നേ. ഞാൻ ഇത്തിരി നേരം ലൈലയോട് ഇത്തിരി സംസാരിക്കട്ടെ. എത്രാമത്തെ ക്ലാസ് ചായ അടി കുടിക്കുന്നേ? ഇതാ ഇപ്പൊ കൊണ്ടുവരാ. ലൈല, ഇവിടെ നോക്കിക്കോണേ. ലൈല, ഞാൻ ഫോണിലൂടെ പറഞ്ഞതൊക്കെ എന്നെ വിശ്വസിച്ചില്ലേ? ഷാമ് അവരൊരു ചെറ്റയാടി. പിന്നെ ഞാൻ കണ്ട കാഴ്ച. എന്റെ ഷാമിനെ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നീ പറഞ്ഞത് ഞാനങ്ങ് വിശ്വസിച്ചു. പക്ഷെ രണ്ടാമത് പറഞ്ഞത് അതെനിക്ക് അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല. അതിപ്പോ എങ്ങനെ വിശ്വസിക്കാം? നീ എപ്പോഴും ഭൂതെന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് നിനക്ക് തോന്നിയതാണോ? അതോ ശരിക്കും അയാളങ്ങനെ വന്നോ? എന്നിട്ട് എന്താ നിന്നെ മാത്രം തിന്നാഞ്ഞ്? അല്ല, ഇനി അത് വല്ല ജിന്നാണോടി? ജിന്നോ? അങ്ങനെ പറഞ്ഞ എന്താ ലൈല? അങ്ങനെ ചോദിച്ചപ്പോ ഇച്ചും അറിയില്ല. അത് ഉമ്മ പറയുന്ന കേട്ടതാ ജിന്നെന്ന്. ഇനിയിപ്പോ അതാണോ ആവോ? എന്തായാലും നിന്റെ ചിഹ്നാണോ അതോ എന്റെ ഭൂതാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ആളൊരു മാന്യനാ. നമ്മുടെ ഭൂമിയിലുള്ളവരെക്കാളും ഒത്തിരി നല്ലവരാണെന്ന് തോന്നുന്നത്. നമ്മുടെ മനുഷ്യന്മാരെ ഒട്ടും വിശ്വസിക്കാൻ കഴിയാത്ത അവരുടെ മനസ്സിന്റെ ഉള്ളിൽ എന്താന്ന് നമുക്കൊരിക്കലും അത് ഊഹിച്ചെടുക്കാൻ പറ്റാത്തതിനപ്പുറമാണ്. പക്ഷെ ഇയാള് നല്ലവനാന്നാ തോന്നുന്നത്. എനിക്ക് ചെരുപ്പ് തന്നു, പോരാത്തതിന് എന്റെ കയ്യിലെ മുറിവ് അതയാൾ കെട്ടി തന്നു. പിന്നെ അയാളെന്നൊന്നും ചെയ്തില്ല. പിന്നെ അയാളെ കാണായിരുന്നു. എന്ത് ഭംഗിയാ കാണാന്. നമ്മുടെ ഭൂമിയിലുള്ളവരെ പോലൊന്നും അല്ല. പിന്നെ വേറൊരു കാര്യം, അയാളെ കണ്ടാൽ ഒത്തിരി പേടി തോന്നുമെങ്കിലും അയാളെ കാണാൻ വേറെന്തോ ഒരു ഫീല് തോന്നി. ഈ ചപ്പളെ തോന്നിക്കണ്. എനിക്ക് ഈ ഭൂമിയിലെ മനുഷ്യന്മാരെ ഒന്നും പിടിക്കാത്തപ്പോഴേ തോന്നിക്കണ് നീ വല്ല ജിന്നിനെ ചേത്താനെ കൊണ്ടുവരുന്നു. നീ എന്താച്ചാ കാട്ടിക്കോ. നീ വല്ല ജിന്നിനെ കെട്ട്, ചേത്താനെ കെട്ട്, എന്ത് വേണേയും കാട്ടിക്കോ. പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം, അതിനെ എന്റെ അടുത്തേക്ക് വിളിച്ചു കൊണ്ടുവരരുത് പ്ലീസ്.
അതുകൊണ്ട് ഞാൻ പോവാ. ഇജായി എന്റെ ജിന്നായി. ഞാൻ വരട്ടെ, ബൈ. ലൈല പോകല്ല ലൈല, തനിക്ക് തന്റെ ജിന്നിനെ കാണണ്ട ലൈല, പോകല്ല ലൈല. പോയി. അവള് പോണേ പോട്ടെ. ഇനി അയാളൊന്ന് കാണാനിപ്പോ എന്താ ചെയ്യാ? ഒടുക്കത്തെ തലവേദനയോ. അവിടെ വരെ ഒന്ന് പോയി നോക്കിയാലോ, അവിടെ ഉണ്ടോ അയാള്? അമ്മ, എന്താ കറണ്ട് പോയേ? കറണ്ട് പോവാൻ കണ്ടൊരു സമയം. അയ്യോ, എന്നൊന്നും ചെയ്യരുത് പ്ലീസ്. ലാറ, ഇങ്ങനെ കിടന്ന് പേടിക്കാതെ. ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ വന്നതല്ല. ഇന്നലെ നീ അവിടെ നിന്ന് ഓടിയപ്പോ നിന്റെ കാലിലെ പാദസരം വീണു പോയിരുന്നു. അത് തരാൻ വേണ്ടി വന്നതാ, അല്ലാതെ വേറൊന്നിനും വേണ്ടിയല്ല. അതുകൊണ്ട് കൈ കാണിക്കില്ലാറ. വേണ്ട വേണ്ട, കൈ കാണിക്കില്ലാറ. എന്നാ ഞാൻ പോകലാറ, നീ ഇനി ഉറങ്ങിക്കോ. മാളവിക, മാളു എന്ന് വിളിക്കും. എന്ത്? എന്റെ പേര് മാളവിക എന്ന്, ലാറയല്ല. പിന്നെ ഇന്നലെ എന്നെ അവരിൽ നിന്ന് രക്ഷിച്ചതിന് അതിന് താങ്ക്സ്. തനിക്കിങ്ങനെ ഇരുട്ടിലല്ലാതെ വന്നോട്, എനിക്ക് പേടിയാവുന്നു. താനിങ്ങനെ ഇരുട്ടിനെ പേടിക്കാതെ. ഇരുട്ടിൽ തനിക്ക് ഒന്നും സംഭവിക്കില്ല, ഞാനുണ്ട്. പിന്നെ എനിക്ക് വെളിച്ചത്തിറങ്ങാൻ കഴിയില്ല, കാരണം ഞാനൊരു മനുഷ്യനല്ല. എങ്കിൽ ഇരുട്ടത്ത് വന്നോളൂ, പക്ഷെ ഈ പേടിപ്പെടുത്തുന്ന രൂപത്തിലൊന്നും വരാതിരുന്നോട്. അതിനർത്ഥം ലാറക്ക് അല്ല മാളൂന് ഞാൻ ഇനിയും വരണമെന്നാണോ? അതാണോ മാൾ ഉദ്ദേശിച്ചത്? അയ്യോ, അങ്ങനെയല്ല. ഇങ്ങനെ വരാതിരുന്ന നന്നായിരുന്നു എന്ന് എനിക്ക് കണ്ടിട്ട് പേടി തോന്നുക. അതുകൊണ്ടാ, പ്രത്യേകിച്ച് ഈ ഇരുട്ടില്. ഓ അങ്ങനെ. പക്ഷേ എനിക്ക് ഇരുട്ട് മാറ്റാൻ കഴിയില്ല, കാരണം ഞാൻ ഇരുട്ടിന്റെ രാജകുമാരനാണ്. പിന്നെ ഈ വേഷം അത് വേണമെങ്കിൽ മാറ്റാം. മാളൊന്ന് കണ്ണടച്ച്. വേണ്ട, എനിക്ക് പേടിയാ. നിങ്ങൾ എന്നെ എന്തെങ്കിലും ചെയ്യും. ഇല്ല എന്റെ മാളു, ഒന്ന് കണ്ണടക്ക്. ഇനിയൊന്ന് മാളു കണ്ണ് തുറന്നേ, എന്നിട്ട് ഇപ്പൊ പേടി തോന്നുന്നുണ്ടോ നോക്കിക്കേ. ഇല്ല, ഇപ്പൊ തോന്നില്ല. എന്നാ പിന്നെ ഈ രൂപത്തിൽ വരാം. എന്നാ ഞാൻ പോകട്ടെ, എനിക്ക് പോകാൻ സമയമായി. ഇത്ര പെട്ടെന്ന് പോകണോ? ഞാനിവിടെ നിന്ന് എന്നിട്ട് മാളു ഒത്തിരി പേടിച്ച് അതിനെ വരത്തില്ലാന്ന് കരുതിയിട്ടാ ഞാൻ പോകുന്നേ. ഞാനെന്നാ പോകട്ടെ അങ്ങോട്ട്. ആ പൊക്കോ. ഇനി എന്നാ കാണാ? നാളെ വരൂ. മാളുവിന്റെ പനി മാറിയ നാളെ വരാം. ഇനിയും ഞാൻ വന്ന് വെറുതെ പേടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാ ഇപ്പൊ ഞാൻ പോകട്ടെ, ബൈ. അയ്യോ, പോയി. ഈ ഫോൺ ഒന്ന് എടുക്കാൻ പോലും അവളെ കിട്ടില്ല. എടി മാളു. ആ, ലൈലയാണല്ലോ. എന്താ ലൈല, എന്താ വിളിച്ചേ? അമ്മ, ഓള് നിന്റെ പെരയ്ക്ക് വിരുന്നൊക്കെ വരാന്ന് പറഞ്ഞിരുന്നു. ഓള് വരണ്ടാ ചോദിച്ചു നോക്കിയാണേ. അവള് വിരുന്ന് വരാൻ ഒരു ചാൻസ് ഇല്ല എന്റെ ലൈല. ഇപ്പൊ പെണ്ണിന് എന്ത് പറ്റിയെന്നറിയില്ല. വൈകുന്നേരമായ കോളേജ് വിട്ടു വന്ന അപ്പ കയറും റൂമിലേക്ക്. എന്നിട്ട് വാതിലടച്ച് ജനല ഉള്ളത് മുഴുവൻ തുറന്നു വെക്കും. പണ്ട് രാത്രി ജനല തുറന്നു വെക്കാൻ വല്ലാത്ത പേടിയുള്ള കൊച്ചായിരുന്നു. ഇപ്പൊ എന്ത് പറ്റിയോ ആവോ? പടച്ചോനെ, ഓളെ ജിന്ന് പിടിച്ചോ? എന്താ ലൈല പറഞ്ഞേ? ഓ, അതൊന്നുമില്ല അമ്മ. ഓൾ ഇങ്ങോട്ട് വരുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് വരാം. അതല്ലേ ഇപ്പൊ നടക്കുള്ളൂ. എങ്കി പിന്നെ അങ്ങനെ ചെയ്യില്ല. എന്താ വരാത്തെ? വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഹായ്, എന്താ വരാൻ വൈകിയേ? ഒന്നുമില്ല, കാത്തിരുന്ന് മടുത്തോ മാളൂന്? ഞാനൊന്ന് എണീക്കട്ടെ. എന്നും രാത്രി സംസാരിക്കുന്നതല്ലേ, അപ്പോ ഇന്ന് നേരെ വൈകിയപ്പോ എന്തോ ഒരു മിസ്സിംഗ് ഫീൽ ചെയ്തു. ശരിയാ, എന്നും രാത്രി ഞാൻ വരും, ഇവിടെ ഇരുന്ന് സംസാരിക്കും, ഞാൻ പോകും, നീ ഉറങ്ങും. ഇന്ന് നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ? പുറത്തേക്ക് പോയാലോ ഒന്ന്? ഇരുട്ടല്ലേ, എനിക്ക് പേടിയാ രാത്രി പുറത്തിറങ്ങാൻ. നീ എന്തിനാ ഇരുട്ടിനെ പേടിക്കുന്ന മാളോ? നിന്റെ കൂടെ ഞാനില്ലേ. നിന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഞാനുള്ളിടത്തോളം കാലം. പിന്നെ നീ പറയുന്നുണ്ടല്ലോ ഇരുട്ട് എനിക്ക് പേടിയാണെന്ന്. നീ പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇരുട്ട് പേടിക്കാനുള്ളതല്ല, അതൊരു സത്യമാണ്. ഭൂമിയിലെ മനുഷ്യനടക്കം ഉള്ള എല്ലാ ജന്തുക്കളുടെയും യഥാർത്ഥ സ്വഭാവം കാണണമെങ്കിൽ ഇരുട്ടണം.
അതുകൊണ്ട് ഇരുട്ടിനെ നീ സത്യമായി കാണണം. ശരിയാ, നീയുള്ളപ്പോ ഞാൻ എന്തിനാ പേടിക്കുന്നത്? എനിക്ക് പേടിയില്ല, പക്ഷെ അമ്മ കാണും ഞാൻ ഇവിടുന്ന് പോകുന്നത്. അതാണോ പ്രോബ്ലം? നീ ഒരു കാര്യം ചെയ്യ്, എന്റെ കൈ പിടിക്ക്. ഇനി അമ്മ എന്നല്ല ആരും കാണില്ല. പഠിച്ചോനെ, ഓളോർക്ക പോയേ? ഇവിടെ ഉണ്ടാണ്ടതാണല്ലോ. ഇനി അങ്ങനെ ചിന്നി പിടിച്ചോണ്ട് പോയോ, അതോ ചിന്നിന്റെ ഒപ്പം പോയോ? എന്തായാലും വേണ്ടില്ല, മിണ്ടാതേക്ക. മിന്റെ ക്വസ്റ്റ്യൻ മൊത്തം എന്നോടാകും. വാ, രാത്രിക്ക് ഇത്ര ഭംഗിയുണ്ടോ? മാളു, എനിക്ക് പോകണം. നേരം വെളുത്തു. ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല മാളു. നീ പോകണോ? നിനക്കെന്താ കുറച്ചു നേരം ഇവിടെ നിന്നാല്? എന്താ നിനക്ക് പകല് നിന്നാല്? നീ എന്തൊക്കെയായി വിളിച്ചു പറയുന്ന മാളു? നിനക്കറിയില്ലേ ഇരുട്ടാണ് എന്റെ അഭയമെന്ന്? പിന്നെ ഇരുട്ടിലല്ലാതെ എനിക്കിവിടെ നിൽക്കാനും കഴിയില്ല. ഞാൻ മനുഷ്യനല്ല എന്ന കാര്യം നീ മറന്നുപോയോ? അത് മറന്നിട്ടൊന്നല്ല ഞാൻ സംസാരിക്കുന്നേ. നീ ഇനിയിപ്പോ ഭൂതായാലും ഇനി എന്റെ ലൈലയുടെ ജിന്നായാലും എന്തായാലും എനിക്ക് നീ എന്റെ കൂടെ വേണമെന്ന് തോന്നുക. നിന്നെ കണ്ടെന്ന് തൊട്ട് എനിക്ക് പേടിയുടെ കൂടെ വേറെന്തൊക്കെയോ ഫീലിങ്സ്. അതുകൊണ്ട് നിന്റെ പ്രസൻസ് എനിക്ക് എപ്പോഴും വേണമെന്ന് തോന്നുക. നീയുള്ളപ്പോ എന്തോ ഒരു ധൈര്യം പോലെ. വേണ്ട മാളു, പറയില്ലേ. എനിക്ക് നിന്റെ കൂടെ ഇരുന്ന് കൊതി തീർന്നില്ല. പ്ലീസ് പറയില്ലേ. സോറി, എന്നോട് ക്ഷമിക്കണം. എന്റെ ഫീലിങ്സ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്കിപ്പോ തോന്നുക താൻ നൈറ്റ് വന്നില്ലെങ്കിൽ എനിക്കത് ഭ്രാന്ത് പിടിക്കുമെന്ന് പോലെ. പക്ഷെ അവൾ തിരിച്ചു നിന്നെ പ്രണയിക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും നീ ഒരു ദുഷ്ടശക്തിയായി മാറും. അതോടുകൂടി നീ അവളെ ആക്രമിക്കാൻ തുടങ്ങും. വേണ്ട മാളു, കുറച്ച് ദിവസം കൂടി ഞാൻ നിന്നോട് ഇങ്ങനെ പെരുമാറട്ടെ പ്ലീസ്. നീ എന്നോട് സ്നേഹമാണെന്ന് പറഞ്ഞ എനിക്ക് നിന്റെ രക്തം വേണ്ടി വരും. അപ്പോ നീ എന്നെ വെറുക്കും. അയ്യോ, അതെന്താ അങ്ങനെ? എന്തായാലും രക്തം കുടിച്ചാല് നിനക്ക് എന്നെ കൂടെ നിൽക്കാൻ പറ്റുമോ? അങ്ങനെങ്കിൽ ഞാൻ ഓക്കെയാണ്. എന്നായാലും ഈ കടമ നമ്മൾ കടന്നേ പറ്റൂ. പക്ഷെ നിന്നെ എനിക്ക് വേദനിപ്പിക്കാൻ തോന്നുന്നില്ല മാളു. അത്രക്ക് നിഷ്കളങ്കയാണ് നീ ഭൂമിയിലെത്തിയപ്പോ. അതുകൊണ്ട് പ്ലീസ്. നീ എന്റെ മാങ്ങാത്തൊലിയായി പറയുന്ന കുറെ ഭൂമി, കുറെ വേറെ ജന്മം, കുറെ ലാറ, എനിക്ക് ഒന്നും കേൾക്കണ്ട. തനിക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ കാണാൻ വരുന്നേ? ഇഷ്ടമല്ലെങ്കിൽ പിന്നെ വരാതിരുന്നൂടെ? ഇഷ്ടമല്ലാന്നോ എന്റെ ലാറ നീ പറയുന്നേ? എനിക്ക് ഒത്തിരി ഇഷ്ടം. പക്ഷെ മാളു, നാളെ ഇതിൽ നിന്നും ഞാൻ ഒത്തിരി വ്യത്യസ്തനായിരിക്കും. നിന്റെ രക്തത്തിനു വേണ്ടി ഞാൻ ദാഹിക്കും. നീ വേദനിച്ചെന്ന് വരും. അതൊന്നും എന്റെ പ്രശ്നമല്ല. ഞാൻ പോട്ടെ മാളു. എന്താ കാണാത്തെ? ഇപ്പൊ വരുമായിരിക്കും. മാളു, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ മാളു, എന്നോട് സ്നേഹം തുറന്നു പറയണ്ടെന്ന്. ഇപ്പോ ഈ ഇരുട്ടില് നിന്റെ രക്തത്തിന്റെ മണം മാത്രമേ എനിക്ക് ലഭിക്കുന്നുള്ളൂ. അത് മാത്രമേ എന്നെ അലട്ടുന്നുള്ളൂ. വേണ്ട, വേണ്ട, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ നിന്റെ മാളുവ. എന്നെ കടിച്ച നിനക്ക് പിന്നെ നിന്റെ മാള് കാണത്തില്ല. ഇത്ര നല്ല രക്തത്തിന്റെ മണം കിട്ടുമ്പോ എങ്ങനെയാ മാളു ഞാൻ നിന്നെ ഒന്നും ചെയ്യാതിരിക്കുന്നേ? എനിക്കൊന്നും ചെയ്യാതിരിക്കാൻ കഴിയില്ല മാളു. എന്നിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കും. എനിക്ക് നിന്നെ ഒന്നും ചെയ്യാതിരിക്കാൻ കഴിയില്ല. വേണ്ട അമ്മ,
ഓ, അമ്മ! എന്താ ഈ പെണ്ണിങ്ങനെ വിളിച്ചു പോകുന്നേ? ഇതാ വരുന്നു. എന്താടി മാളു, നിനക്ക് എന്താടി? എന്താടി ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയിട്ടുള്ള പരിപാടി? എന്തിനാ നീ കിടന്ന് കൂവുന്നേ? എന്താ പറ്റിയേ? അതൊന്നുമില്ല അമ്മ, ഞാന് ലൈറ്റ് ഓഫ് ചെയ്തപ്പോ ഇരുട്ടത്ത് എന്തോ കണ്ട് പേടിച്ചതാ. വേറെ ഒന്നുമില്ല അമ്മ, അതാ പെട്ടെന്ന് ഞാൻ നിലവിളിച്ചേ. ഓ, ഈ പെണ്ണിനെ കൊണ്ട് ഇരുട്ട് ഇത്ര പേടിയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്യുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് അമ്മയുടെ റൂമിൽ പോയി കിടക്ക്. ഇനി എന്തോ കണ്ട് പേടിച്ച് പനിച്ച് എനിക്ക് വയ്യ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകാൻ. നീ അമ്മയുടെ റൂമിൽ പോയി കിടക്ക്. ശരി അമ്മ. അവൻ ഇന്ന് വരുമ്പോ നോർമൽ ആയിരിക്കോ? ഡീപ്പെന്നെ എനിക്ക് കോളേജിൽ പോകാൻ നോക്ക്. നേരെ ഒത്തിരി വൈകി. അമ്മ, ഞാനിന്ന് പോകുന്നില്ല അമ്മ. എനിക്ക് കുറെ എഴുതാനുണ്ട്. പോരാത്തതിന് ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ട് നൈറ്റ്. അപ്പൊ ഞാൻ പകലൊന്ന് കിടന്നുറങ്ങാൻ വേണ്ടി ലീവാക്കുക. എന്തെങ്കിലും പറഞ്ഞ് ക്ലാസ് എന്നും ലീവാക്കും. ഇത് നിനക്ക് പറഞ്ഞിട്ടുള്ളതാണല്ലോ. എന്തെങ്കിലും ചെയ്യും. വരാറായല്ലോ. എന്താ മാളു, കാത്തിരുന്ന് മുഷിഞ്ഞോ? ഞാൻ ഇരുട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇന്നും ഇങ്ങനെയാണോ വന്നത്? എനിക്ക് പഴയ പോലെ കണ്ടാ മതി. എനിക്കിങ്ങനെ കണ്ടിട്ട് പേടിയാവുന്നു. പ്ലീസ്. ഓ മാളു, യുവർ സ്മെൽ. ചെയ്യരുത്, എനിക്കും ഉള്ളിലുണ്ട് മാളു. പക്ഷെ നിന്റെ സ്മെൽ അതെന്റെ കൺട്രോൾ വിടുന്നു. എനിക്ക് ബ്ലഡ് വേണം. പറഞ്ഞത് പഴയ പോലെ വാ. കയ്യില്ല മാളു, കാരണം എന്റെ ജന്മം ഇങ്ങനെയായി പോയി. എനിക്ക് കിട്ടിയ പരീക്ഷണം ഇങ്ങനെയായി പോയി. എന്നിൽ നിന്ന് ഓടാൻ നോക്ക്. മാളു, ഞാൻ വേണമെന്ന് കരുതിയിട്ടല്ല. എന്നോട് ക്ഷമിക്കും മാളു. നിന്റെ പ്രശ്നം എന്താ? എന്റെ രക്തം കിട്ടിയ തിരിച്ചു വരുമോ? നീ പഴയ പോലെ ഇങ്ങനെ പേടിപ്പെടുത്താതെ എന്റെ അടുത്തേക്ക് സംസാരിക്കാൻ വരുമോ? പക്ഷെ മാളു, നീ അതിന് ഒത്തിരി വേദന സഹിക്കണം. അതെനിക്ക് താങ്ങാൻ കഴിയില്ല. ഞാൻ പോക. ഞാനിവിടെ നിന്നെ ആക്രമിക്കും. എന്റെ ജന്മം ഇങ്ങനെയായി പോയി. നീ ഉറങ്ങിക്കോ. ഇനി കുറച്ചു നേരം കൂടി ബ്ലഡ് കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല മാളു. ഞാനിപ്പോ പോകുക. പോകല്ല ഐറിൻ, ഞാൻ പറയുന്ന കേക്ക്. നിനക്ക് ബ്ലഡ് ആണോ വേണ്ടത്? നീ എത്ര വേണമെങ്കിലും എന്റെ ശരീരത്തിൽ നിന്ന് എടുത്തോ. എന്നെ കൊല്ലാതിരുന്നാ മതി. എനിക്ക് ജീവിക്കാൻ തന്നെ കൂടെ. മാളു, ഞാൻ എന്റെ കൺട്രോൾ വിട്ട് കഴിഞ്ഞു മാളു. എന്നെ തടയില്ലേ. തടഞ്ഞ ഐറിൻ, നീ എന്തിനാ നിന്നെ തടയുന്നേ? നിനക്ക് വേണ്ടതെല്ലാം എൻ്റെ ശരീരത്തിൽ നിന്ന് എടുക്കാം. പക്ഷെ നീ എന്നെ വിട്ടു പോകാതിരുന്നാ മതി. കാരണം ഞാൻ നിന്നെ അത്രയും സ്നേഹിക്കുന്നുണ്ട്. നീ ഇവിടെ കിടന്ന് ഇങ്ങനെ വിട്ടിത്തം പറയാതെ മാളും എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ നോക്ക്. ചന്ദ്രൻ പൂർണ്ണമായും മറഞ്ഞ പിന്നെ എന്റെ ശരീരം എന്റെ കൺട്രോളിലായിരിക്കില്ല. ഓടുമാളോ. ഇല്ല, ഞാൻ എങ്ങോട്ടും പോകില്ല. എനിക്ക് നിന്നെ നീ ഇനി എത്ര ദുഷ്ടശക്തിയായാലും എനിക്ക് നിന്നെ വേണം ഐറിൻ. ബിക്കോസ് ഐ ലവ് യു. പ്ലീസ്. ലാറയല്ലടാ. ലാറയല്ലേ? ചന്ദ്രൻ പൂർണ്ണമായി മേഘങ്ങൾക്കിടയിൽ മറഞ്ഞപ്പോ നീ തികച്ചും ദുഷ്ടശക്തിയായേക്കാം.
പക്ഷെ അതിന്റെ കൂടെ മറ്റൊന്ന് കൂടി സംഭവിച്ചു ആര്യൻ. ഞാൻ ആരാണെന്ന സത്യം അതെനിക്ക് മനസ്സിലായി ആര്യൻ. ഞാൻ നിന്റെ ലാരയാണെന്ന് എനിക്കിപ്പോ മനസ്സിലാകുന്നു ആര്യൻ. നിനക്ക് എന്റെ രക്തമാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഒരുമിക്കാൻ. എന്റെ രക്തമാണ് വേണ്ടതെങ്കിൽ പ്ലീസ് ഡു ഇറ്റ്. നമുക്ക് ജീവിക്കണ്ടേ? ലാറ, വിഡിത്തം പറയാതെ, നീ ഒരു മനുഷ്യനാണ്. അത് നീ ഒത്തിരി വേദനിക്കേണ്ടി വരും. നിന്നെ അങ്ങനെ വേദനിപ്പിക്കാൻ എനിക്ക് പറ്റില്ല ലാറ. അതുകൊണ്ട് എനിക്ക് അല്പസമയം കൂടി ബ്ലഡ് കിട്ടിയില്ലെങ്കിൽ ഞാൻ തിരിച്ച് നമ്മുടെ ലോകത്തേക്ക് പോയേക്കാം. ലാറ, നീ നിന്നെ വേദനിപ്പിക്കരുത് പ്ലീസ്. നിനക്കല്ലേ എന്നെ വേദനിപ്പിക്കാൻ കഴിയാത്തതുള്ളൂ. പക്ഷേ നിനക്ക് വേണ്ടി എനിക്ക് എന്നെ തന്നെ വേദനിപ്പിക്കാൻ കഴിയും. നോക്കിക്കോ. നീ എന്ത് ചെയ്തത്? നീ എന്തിനാ നിന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ലാറ. ഞാൻ കാരണം നീ ലാറ, നമ്മുടെ നാട്ടിലെ നിയമങ്ങളെ ഭേദിച്ച് നമുക്ക് ഒന്നിക്കണ്ട ഐറിൻ. അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ ചെയ്തേ ഐറിൻ. ലാറ, നീ പറഞ്ഞത് ശരിയാ. നമുക്ക് ഒന്നിക്കണം. അവര് ഇതിനപ്പുറത്തെ പരീക്ഷണം തന്നാലും നമുക്ക് ഒന്നിക്കണം ലാറ. നമുക്ക് ഒന്നിക്കണം. ലാറ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് പോകാൻ സമയമായുള്ളൂ. അതെ, നേരം വെളുത്തു. ഇനി എനിക്ക് ഭൂമിയിൽ നിൽക്കാൻ കഴിയില്ല. മാത്രമല്ല, ഇത് നേരം വെളുത്തുള്ളതുകൊണ്ട് മാത്രമല്ല ഞാൻ പോകുന്നത്. ഞാൻ വീണ്ടും പോകലാണ്. ഞാൻ വീണ്ടും മധ്യസ്ഥനാവാൻ പോവുകയാണ്. ഒരു ജന്മത്തിലെ പരീക്ഷണം കഴിഞ്ഞു. നീ ഒരു മനുഷ്യായുസ് ജീവിച്ച് തീർക്കില്ലാറ. ഞാൻ വീണ്ടും ബന്ധിസ്ഥനാവാൻ പോവുകയാണ്. നമുക്ക് തീർച്ചയായും അടുത്ത ജന്മത്തിൽ കാണാം ലാറ. വേണ്ട, എനിക്ക് നിന്നെ വിട്ടു പോകാൻ കൊതിയുണ്ടായിട്ടല്ല ലാറ. പക്ഷെ ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്നൊന്നും പിരിയാതെ ഒന്നിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടൊന്നും മാത്രമല്ല ലാറ.
ഐറിൻ, ലാറ, നിങ്ങളുടെ ആദ്യ ജന്മത്തിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. നിങ്ങളുടെ പ്രണയം തീർത്തും മനോഹരമാണെന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നു. ഇനി അടുത്ത ജന്മത്തിന് തയ്യാറായിക്കോളൂ. ഐറിൻ, നീ ഇപ്പോൾ ബന്ധിസ്ഥനാവാൻ പോവുകയാണ്. ലാറ, നീ അടുത്ത ജന്മത്തിന് തയ്യാറായിരിക്കുക. പ്രഭു, അങ്ങയോട് ഞാനൊരു കാര്യം ആവശ്യപ്പെടട്ടെയോ? അടുത്ത ജന്മത്തിൽ ഇരുട്ടെന്ന അഭയം എന്നിൽ നിന്ന് എടുത്തു മാറ്റാമോ? ഓരോ ജന്മത്തിലും എനിക്ക് അവളുടെ കൂടെ സമയം ചെലവഴിക്കണമെങ്കിൽ ഇരുട്ടെന്ന അഭയം എന്നിൽ നിന്നും ഒഴിവാവണം. ശരി, ഇരുട്ടെന്ന അഭയം ഞാൻ എന്നിൽ നിന്ന് എടുത്തു കളയുന്നു. പക്ഷേ മറ്റൊരു കാര്യം, ഈ ജന്മത്തിലേതുപോലെ ആയിരിക്കില്ല. അടുത്ത ജന്മം പരീക്ഷണങ്ങളുടെ തീവ്രത നിറഞ്ഞ ജന്മമായിരിക്കും. അത് തരണം ചെയ്താൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും നമ്മുടെ ലോകത്തേക്ക് തിരിച്ചു വരാം. നിങ്ങൾ രണ്ടുപേരും അതിന് തയ്യാറാണെങ്കിൽ ഐറിൻ, നീ മടങ്ങാൻ തയ്യാറാകുക. ലാറ, നീ അവന് വേണ്ടി കാത്തിരിക്കുക. ഞാൻ പോകുക ലാറ. ഐറിൻ, പോയല്ലേ പറ്റൂ. നമുക്കൊന്നിക്കണമെങ്കിൽ നീ പോയല്ലേ പറ്റൂ ഐറിൻ. ലാറ, ഞാൻ പോകുക. നീ കരയരുത് ലാറ. ഇല്ല, കരയില്ല. ഞാൻ കരയുന്നതിന് മുന്നേ ഐറിൻ. കരയരുത് ലാറ, പ്ലീസ്. ഇല്ല, ഞാൻ കരയുന്നില്ല. ഹാപ്പി ആയിരിക്കും ലാറ. കരയരുത് ലാറ. കരയുന്നില്ല, കരയുന്നില്ല ഐറിൻ. പ്ലീസ്, ഞാൻ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ഒറ്റക്ക് ഐറിൻ? ഞാൻ അടുത്ത ജന്മത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഐറിൻ. ഞാൻ നിന്റേതായി മാറാൻ കാത്തിരിക്കുകയാണ് ഐറിൻ. ആയിഷ്, എന്താ അമ്മ കഥ തീർന്നോ? ആദ്യത്തെ ജന്മല്ലേ പറഞ്ഞുള്ളൂ, ഇനി രണ്ടാമത്തെ ജന്മം പറ. അവരൊന്നിച്ചോ? ഇനി പരീക്ഷണങ്ങൾ കൂടുതലായിരുന്നോ? വേഗം പോന്നോട്ടെ. എനിക്കാണെങ്കിൽ ഒത്തിരി സമയമുണ്ട്. അമ്മക്ക് സമയമില്ലാന്ന് എനിക്കറിയാം, പക്ഷെ അതെനിക്കൊരു വിഷയമേ അല്ല. അമ്മ പെട്ടെന്ന് പറ അമ്മ. ഈ ജന്മത്തെ കുറിച്ച് മാത്രമേ നമുക്കറിയുള്ളൂ. അടുത്ത ജന്മത്തെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലടാ. വേണമെങ്കിൽ ഞാൻ എന്റേതായ രീതിയിൽ മെനഞ്ഞെടുത്ത് പറഞ്ഞു തരാം. മതിയോ? അങ്ങനെയെങ്കിൽ പോന്നോട്ടെ. കഥയൊക്കെ അമ്മ പറയാം, പക്ഷെ അതിനു മുന്നേ എനിക്കൊരു കാര്യം അറിയണം. എന്തിനാ അമ്മ മോനെ നാട് കടത്തിയെന്ന ഓർമ്മയുണ്ടല്ലോ? ഇല്ല, പെൺപിള്ളേരെ മുഴുവൻ പ്രേമിച്ച് വഞ്ചിച്ച്. എടാ അമ്മ, ഒരു കാര്യം പറയാം. നീ ആ നൂറെ അങ്ങ് കെട്ട്. അവളൊത്തിരി സീരിയസ് ആയിരുന്നെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അവളുടെ ആങ്ങളമാരാണെങ്കിൽ നിന്റെ നാട് മൊത്തം തരിക. നീ അകത്തൊന്ന് പറയുന്നത് കേട്ടെന്റെ മോനെ. നീ നിന്റെ വാലിനെയും വിളിച്ചുകൊണ്ട് നാട്ടിലേക്ക് വാ, എന്നിട്ട് അമ്മ എൻഗേജ്മെന്റ് നടത്തി തരാം. അമ്മ, ആ ടോപ്പിക് ഇട്ടെ. ചുറ്റും പെൺപിള്ളേരുള്ളത് പ്രേമിക്കാൻ തന്നെയാ. അതിനാണോ എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്? എൻഗേജ്മെന്റ് അത് അവളെ. ഞാൻ എത്ര പെൺപിള്ളേരെ പ്രേമിച്ചിട്ടുണ്ട്. അവക്കെന്താ കൊമ്പുണ്ടോ? ഒരു ടൈം കഴിയുമ്പോ ആരായാലും ബോറെടുക്കും. അപ്പൊ എന്തായാലും എടുത്തു കളയും. അതേ അവളുടെ കേസിൽ നടന്നിട്ടുള്ളൂ. പിന്നെ അവളൊരു പണച്ചാക്കായി, സ്വന്തം നാട്ടുകാരത്തിയായി. അതുകൊണ്ടാണ് പ്രശ്നം. അതുകൊണ്ടാണ് എനിക്ക് നാട് വിടേണ്ടി വന്നത്. അമ്മ അത് ഓർത്ത് തല പുണ്ണാക്കാതെ. ഓ, പ്രണയത്തിന്റെ വാല്യൂ അറിയാത്ത നിനക്കാണല്ലോ പ്രേമകഥ പറയാൻ വന്നത്. എനിക്ക് പറയാൻ സൗകര്യമില്ല. ബാക്കി നീ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോ. ഞാൻ ഓഫീസിലെത്തി. ഞാൻ ഫോൺ കട്ടാക്കിയോ? ഫോൺ വെക്കല്ലേ. എനിക്ക് വയ്യ, മുഴുവൻ കേട്ടതുമില്ല. ഓ, കിടന്ന് ഫോർമാലിറ്റി കളിക്കാതെ കേറി വാടാമോന്റെ കോഴി കൂട്ടുകൂടും പോലെ എന്ന് ഇരുട്ടായ വീട്ടിൽ കൂടുന്നതല്ലേ. ഇന്നായിട്ട് അതിന് ആ ഫോർമാലിറ്റി തെറ്റിക്കട്ടെ. കേറി വാടാ ചട്ടെ. ഞാൻ മോനോട് പല പ്രാവശ്യം പറഞ്ഞതാണ് എന്നെ വിചാരിച്ച് നീ സെക്കൻഡ് ഷോ ബുക്ക് ചെയ്യണ്ടെന്ന്. അത് കേൾക്കില്ല. എന്നും ബുക്ക് ചെയ്യും. എന്നിട്ട് എന്ത് സംഭവിക്കും? ഞാൻ വരില്ല. നിനക്ക് ആ ക്യാഷ് പോയി കിട്ടും. പറഞ്ഞിട്ട് കാര്യമില്ല. റിച്ച് മമ്മി ഉള്ളതിന്റെ ഒരു അഹങ്കാരം നിനക്ക്. പറട്ടെ, അധികം ഷോ ഇറക്കാതെ. നിനക്കൊരു കാര്യം അറിയോ? മമ്മിക്ക് ഇപ്പൊ വിളിച്ചാൽ ആകെ കേൾക്കുന്നത് ആ നൂറയുടെ കാര്യം. എനിക്കാണെങ്കിൽ അത് കേട്ടുകൂടാ. അതിൽ എത്ര പെൺപിള്ളേരെ വളച്ച് കുപ്പിയിലാക്കിയത് ഞാൻ. മിക്കവാറും ആ സാധനം എന്റെ തലയിലാകും. മിക്കവാറും തലയിലാവാനുള്ള നല്ല ചാൻസ് ഉണ്ട്. എനിക്കും ഇപ്പൊ അതാ തോന്നുന്നേ. അല്ലെങ്കിൽ തന്നെ നമ്മൾ കോളേജിൽ എത്ര പേരെ വളർക്കുന്നത്, എത്ര പേരെ കൊണ്ടു നടക്കുന്നത്. എന്നിട്ട് ഇത് മാത്രം എങ്ങനെ ഇത്ര അഡിക്കേഴ്സ് വരെ എത്തിയെന്ന? അല്ലെങ്കിൽ അവളൊരു പണച്ചാക്കാടാ. അവളെ നോക്കിയത് നിന്റെ വലിയൊരു തെറ്റാണ്. അതുകൊണ്ടല്ലേ നാട് വിടേണ്ടി വന്നത്. അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്കൊന്ന് പോയാലടാ പുറത്തേക്ക്. ഞാൻ എന്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ തയ്യാറാണ്. നമുക്ക് രണ്ടെണ്ണം അടിക്കാന്നേ. പിന്നെ നമ്മളെ തെരഞ്ഞു നടക്കുന്നവരെ നമുക്കൊന്ന് കാണുകയും ചെയ്യാം. എങ്കിൽ 2 മിനിറ്റ്, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ.
എടാ എനിക്ക് അതല്ല പേടി, ഞാൻ ഈ മമ്മി തരുന്ന ക്യാഷ് മൊത്തം ഇങ്ങനെയൊക്കെ തീർക്കുന്നതെന്ന് പറഞ്ഞാൽ എന്റെ മമ്മി എന്നെ ചാട്ടവാർട്ടടിക്കും. അല്ല എന്റെ കോളേജിലെ കാര്യങ്ങൾ അറിഞ്ഞാൽ അതിന് വലിയ സീനാകും. എന്റെ മമ്മിയുടെ വിചാരം ഞാൻ ടോപ്പർ ആയതുകൊണ്ട് തന്നെ ഒരലമ്പിനും പോകില്ല എന്ന്. അതൊക്കെ അറിയുന്ന ദിവസം തീർന്നെന്റെ കാര്യം. മോനെ അതും ഇതും പറഞ്ഞ് സമയം കളയാതെ ഞാൻ വണ്ടി എടുക്കാം, മോൻ റെഡിയാകും. ഇന്നിവിടെ മൊത്തം ചരക്കാണല്ലോടാ. ഇന്ന് നമുക്കൊരു പൊളി വിളിക്കാം. നൈറ്റ് വീട്ടിലേക്ക് പോകണമെന്ന് തനിക്ക് അത്ര നിർബന്ധമുണ്ടോ? ഉണ്ടോടാ? ഇഫ് യു ഡോണ്ട് നീഡ് then why should I? ഓ നീ അങ്ങോട്ടൊന്ന് നോക്കിക്കേടാ, അവിടെ നൂറിന്റെ ആംഗ്ലമാരാണെന്ന് തോന്നുന്നു എന്നെ ടാർഗറ്റ് ചെയ്ത് വരുന്നുണ്ട്. ആർ യു റെഡി ഫോർ ദ ഫൈറ്റ്? നിന്റെ ആഗ്രഹം അതാണെങ്കിൽ ഞാനായിട്ട് എതിര് പറയുന്നില്ല. നൂറയുടെ കാര്യത്തിൽ എന്താണ് നിന്റെ ഫൈനൽ ഡിസിഷൻ? അതറിയാനാണ് ഞങ്ങൾ വന്നത്. ഒന്ന് സംസാരിച്ചാലോ? നൂറയുടെ കാര്യത്തിൽ ഫൈനൽ ഡിസിഷൻ ഞാൻ പറഞ്ഞാൽ മതിയോ? അവനൊരു ടൈം പാസ് മാത്രമായിരുന്നു. സോ നിങ്ങൾ നിങ്ങളുടെ പെങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കൂ. എങ്കിൽ മോനും മോന്റെ കൂട്ടുകാരനും ഇന്ന് 2 കാലി വീട്ടു പോകില്ല. ആ ഭീഷണി എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. എടാ ഇവന്മാർക്ക് 2 പൊട്ടിച്ചിട്ട് വീട്ടിലേക്ക് പറഞ്ഞേക്കടാ, നമ്മുടെ ടൈമാ വേസ്റ്റ് ആവുന്നത്. ടാറ്റാ, മതി, വീട്ടിൽ പോകാം. മതിയെങ്കിൽ മതി, ഞാനൊന്ന് ഹരം പിടിച്ചു വരികയായിരുന്നു. ചാച്ചേട്ടെ ഒന്ന് മയത്തിലൊക്കെ ഒന്ന് അടിച്ചൂടെ? നിന്റെ കൈ മുറിഞ്ഞിരിക്കുന്നു, ബ്ലീഡ് ചെയ്യുന്നുണ്ട്. വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം.